ഹായ് വിഷുക്ക് എവിടം വരെ എത്തി? ഞങ്ങളുടെ വിഷുതാ പഠിക്കലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും എങ്ങനെയല്ലേ പറയാ, വിഷുവിന്റെ തലേദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക, ആ വിഷുക്ക് എവിടെ വരെ എത്തി? അപ്പോൾ പറയാ വിഷു എന്താ പഠിക്കലെത്തിൻ്റെ പറയൂലേ. അപ്പോൾ ഇന്നൊരു ദിവസം കൂടി ഉള്ളത് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വിഷു പഠിക്കലെത്തിന്ന്. അപ്പോൾ ഞങ്ങളുടെ പഠിക്കലതാ വിഷു എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം നേരമാണ്. വൈകുന്നേരം ആകുമ്പോൾ വിഷുവിൻ്റെ തലേദിവസം നമുക്ക് ഭയങ്കര ആഘോഷമാണ് അല്ലേ. നമുക്ക് വിഷുവിൻ്റെ അന്നത്തെ വൈകുന്നേരത്തേക്കാളും അല്ലെങ്കിൽ വിഷു ദിവസത്തേക്കാളും നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്ന വിഷുവിൻ്റെ തലേദിവസമാണ്. നമ്മുടെ എന്താ പറയുക, പടക്കം പൂത്തിരിയൊക്കെ വാങ്ങുന്നു, കത്തിക്കുന്നു, കണി കാണാനുള്ള ഒരുക്കം, കണി കാണാനുള്ള പ്രിപ്പറേഷൻസ്, ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ്, പിന്നെ എന്താ പറയുക പുതിയ ഡ്രസ്സ് ഇടാനുള്ള എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെ തലേദിവസമാണ് വിഷു വൈബ് തന്നെ പറയാം. അപ്പോൾ ആ ഒരു വൈബാണ് കേട്ടോ ഇന്ന് വീഡിയോ ആയിട്ട് വരാൻ പോണത്. അപ്പം ഞങ്ങളുടെ വിഷു എന്ന് പറയുമ്പോൾ ഇന്ന് ഇവിടെയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വീട് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കണി വെച്ചിട്ടേ ഇല്ല. ഞങ്ങൾ നാട്ടിലാണ് വിഷു ആഘോഷിക്കാറ്. അപ്പം നമുക്കതൊരു നമ്മുടെ വീട്ടിലുണ്ട് ഒരു കുട്ടി കണ്ടതിന്, അപ്പോൾ അവനൊരു വിഷമാവില്ലേ, പിന്നെ നമുക്കൊരു ഐശ്വര്യക്കുറവല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ഇവിടെ കണിയൊക്കെ ഒരുക്കാം. എന്നിട്ട് കണിയൊക്കെ ഒരുക്കി പ്രാർത്ഥിച്ച് നാളെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ, മലപ്പുറങ്ങാടിക്ക്. പിന്നെ നേരെ അവിടെയാണ് ബാക്കിയുള്ള ആഘോഷം. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മയിലെ അമ്മ ചേച്ചി എൻ്റെ അടുത്താണ്, അബുദാബിയിലാണ്. അപ്പോൾ അവിടേക്കാണ് നേരെ പോക്ക്. അപ്പോൾ ഇന്ന് പക്ഷേ വിഷു മൂഡിലാണെന്ന് തന്നെ പറയാം. ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. വിഷു ആഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റാവാണ്ട് കണിക്കൊന്ന പൂ കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ കണിക്കൊന്ന പൂ കിട്ടാൻ കുറച്ച് പണിയല്ലേ. നമുക്ക് എന്താ പറയുക വാങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള വീട്ടിൽ പോയി ചോദിക്കണം. അപ്പോൾ അത് നമുക്ക് പരിചയമുള്ള എല്ലാ വീട്ടിലും എന്താ പറയുക കണിക്കൊന്ന പൂവുള്ള എല്ലാ വീട്ടിലും നമുക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ പോയി ചോദിക്കണം. അപ്പോൾ കണിക്കൊന്ന പൂ ഒപ്പിക്കാൻ വേണ്ടി ഒരാൾ പോയിട്ടുണ്ട്, കിട്ടുമോയെന്നറിയില്ല. പിന്നെ ബാക്കി ഒരു വിധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി വേറെ സ്പെഷ്യൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കണം. തൃശ്ശൂർക്കാരെ സ്പെഷ്യലാണ് കേട്ടോ. എന്താ പറയുക വിഷുവിൻ്റെ അന്ന് അല്ലെങ്കിൽ വിഷുവിൻ്റെ തലേ ദിവസമൊക്കെ വിഷുക്കട്ട ഉണ്ടാക്കുക, എന്നിട്ട് അത് കഴിക്കുക. പിന്നെ നമ്മുടെ അടുത്ത് വിഷു ആഘോഷിക്കാത്ത വീടുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ വീടുകൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമ്മൾ വിഷുക്കട്ട കൊണ്ട് കൊടുക്കുക. അവർക്ക് വിഷു ആയി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷ് നമ്മൾ അവർക്ക് എന്താ പറയുക കൊണ്ടു കൊടുക്കില്ലേ. അപ്പോൾ വിഷുക്കട്ടയാണ് കൊണ്ടു കൊടുക്കുക. അപ്പോൾ വിഷുക്കട്ട ഉണ്ടാക്കണം. അങ്ങനെ ഒരു കുട്ടി പരിപാടിയിലാണ് ഞങ്ങൾ. ഭയങ്കര എൻജോയ്മെൻറ്റ്, എന്താ പറയുക ത്രില്ലടിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിള്ളേരൊക്കെ വൈകുന്നേരം ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, പടക്കം പൊട്ടിക്കാനും ആഘോഷിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വിഷു എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വിഷുവിൻ്റെ ആശംസയുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സന്തോഷമായി ഹാപ്പിയായി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും സേഫായിട്ടൊക്കെ വിഷു ആഘോഷിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വിഷുവിന് നല്ല എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ കുട്ടി വിഷു വ്ളോഗിലേക്ക് പോവാം. പിന്നെ ഞങ്ങൾക്ക് കണിക്കൊന്ന പൂവൊക്കെ കിട്ടിയിട്ടോ. ഞാൻ വിചാരിച്ചില്ല കിട്ടും എന്നുള്ളത്. വഴിയിലൊരു ചേട്ടൻ പിന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നല്ല ഫ്രഷ് പൂവൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ കൃഷ്ണന് ചേർത്താൻ വേണ്ടിയിട്ട് കുറച്ച് മുല്ലപ്പൂവും വാങ്ങി. നമ്മൾ കണി കാണുന്ന സമയത്തേ ഈ മുല്ലപ്പൂവിൻ്റെ മണം കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഫ്രഷ് എനർജി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അടുക്കളയിൽ ഞങ്ങൾ ഒരു യുദ്ധം തുടങ്ങിയെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഷോർട്സ് എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അന്ന്. ഒരു തണ്ണിമത്തനും പിന്നെ നമ്മുടെ ഇളനീരൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഷോർട്സ്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ ഓരോ ഷോർട്സും നിങ്ങൾക്ക് ഇടണത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നോളൂ കേട്ടോ. നല്ല അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ അത്. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴത്തെയും പോലെ അത് ഷെയർ ചെയ്ത് കഴിക്കാനുള്ള അടിപൊളിയാണ് പിന്നീടുള്ളത്. അപ്പോൾ തണ്ണിമത്തനും നമ്മുടെ ഇളനീരൊക്കെ വെച്ചിട്ടുള്ള ചെറുനാരങ്ങയൊക്കെ നീരൊഴിച്ചിട്ടൊക്കെ ഉള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു അത്. പിന്നെ ഇവിടെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. ആച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം തുടങ്ങിയത് ഇതൊക്കെ നിരത്തി വെച്ചിട്ട് വായോ എന്നുള്ള വിളി. പക്ഷേ ഈ ഒരു ഷോർട്സ് എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ രാത്രി ആവണല്ലോ പടക്കം പൊട്ടിക്കാൻ, അപ്പോഴാണല്ലോ വൈബ് തുടങ്ങുക. അപ്പോൾ പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാനൊക്കെ പോവാണ്. ബെസ്റ്റ് എങ്ങട്ടിയാ അനയേ
വിഷുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാട്ടാ. ഞങ്ങൾ പടക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും വിഷുവായിട്ട് വിഷുക്കട്ട ഇല്ലാണ്ട് എങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായി വന്നു. അവരവിടെ IPL കാണുന്നുണ്ട്. ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെയായി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വിഷുക്കട്ട എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ തൃശ്ശൂർക്കാർ വിഷുവിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ, വിഷുക്കട്ട എന്ന് പറയും. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പുഴുക്കലരി നമ്മൾ 3-ാം പാലിലും 2-ാം പാലിലും 1-ാം പാലിലും ചേർത്തിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുകയാണ്. അതായത് നന്നായി വേവണം, അതിങ്ങനെ കുറുകി വരണം ഈ പാലിൽ കിടന്നിട്ട്. പിന്നെ നമ്മളതിൽ ഉപ്പേടയും പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത്, തേങ്ങയും പിന്നെ നമ്മൾ ജീരകവും ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ അരച്ചിട്ട് അതും ചേർക്കൂട്ട. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഓരോരോ ഘട്ടത്തിൽ ഓരോരോ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് കുറുക്കി ഒരു അടപ്പരുവാക്കി എടുക്കൂട്ടാ. എന്നിട്ട് നമ്മളിത് വാഴയിലയിൽ സെറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് ശർക്കരപ്പാനി, നമ്മൾ ശർക്കരപ്പാനി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, വാഴയിലയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പുലർച്ചെ എനിട്ടിട്ട് കണി ഒരുക്കിയിട്ടാണ് ഞാൻ നേരത്തെ എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കണിയൊക്കെ ഒരുക്കി. ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. പിന്നെ പോയിട്ട് മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം. ആദ്യം ജീശേരനെ വിളിച്ചുകൊണ്ടുവന്നു ഞാൻ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ മക്കളെ വിളിച്ചു. ജീശേട്ടൻ പോയിട്ട് ആച്ചുവിനെ എടുത്തുകൊണ്ടുവന്നു. ഞാൻ അനേനെയും പിടിച്ച് കണ്ണടച്ച് കൊണ്ടുവന്ന് കണിയൊക്കെ കാണിച്ചു കിട്ടാ. അപ്പോൾ ഇക്കൊല്ലം നല്ല സന്തോഷം സമാധാനവും ഐശ്വര്യമൊക്കെ ഉള്ള കൊല്ലാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെയാവട്ടെ. പിന്നെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി. വിഷുവായാലും ഓണായാലും രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോക്ക് പതിവുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ. പിന്നെ അമ്പലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, കാരണം വിഷുവാണല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു. ചുറ്റുമുള്ള എല്ലാ വീട്ടിലത്തെ ആൾക്കാരും നാട്ടിലത്തെ ആൾക്കാരൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു വിശേഷ ദിവസമാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പിള്ളേർ കളിച്ചു കൂട്ടാ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ കളിക്കാറുണ്ട് പിള്ളേർ. അപ്പോൾ അനയാച്ചൊക്കെ ഇടയ്ക്ക് കൂടാറുണ്ട് വന്നിട്ട്. അപ്പോൾ അവർ കളിച്ച ബോൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടുപേരും കൂടെ അവിടെ കുറച്ച് നേരം കളിച്ചു കൂട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോൾ എറിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരുടെ വിഷുക്കോടി. പിന്നെ ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തേക്കും കൂടെ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. വേറെ എങ്ങോട്ടാന്നല്ലേ, പായസം വാങ്ങാനാണ് കേട്ടോ. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ വിഷുവിനും ഓണൊക്കെ ആകുമ്പോഴൊക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പായസം വിൽക്കാൻ വെക്കാറുണ്ട്. ഓരോ ക്ലബ്ബുകാരും കടക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പായസം ഇങ്ങനെ ചൂടോടൊക്കെ വിൽക്കാൻ വെക്കൂട്ടെ. രാവിലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പരിപ്പ് പായസം അവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പായസമൊക്കെ വാങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വിഷുക്കോടി. വലിയ ആർബോർഡൊന്നുമില്ല, നോർമലൊരു ഡ്രസ്സ്. പിന്നെ ഞങ്ങൾ രാവിലെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി. ചെറുപയർ കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുലർച്ചെ എണീറ്റപ്പോൾ തന്നെ. അപ്പോൾ അതും കൂട്ടി അതൊക്കെ കഴിച്ചു. പിന്നെ ഇതെൻ്റെ വിഷുക്കട്ടാട്ടോ. ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കി നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് ഒഴിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോകുന്നത്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ചക്ക, മാങ്ങ, പിന്നെന്താ മുരിങ്ങയില, മുരിങ്ങക്കോല്, അതൊക്കെയാണ്. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പറമ്പിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് വീട്ടിലും കൊടുത്ത് ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാനുള്ള ഒരുക്കായി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ സദ്യയൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കുക. സദ്യ ഞങ്ങൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങാറുള്ളതാണ്, നല്ല ടേസ്റ്റുള്ള സദ്യയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ കുറച്ച് എല്ലാവരും കൂടെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഐറ്റംസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എല്ലാ ഐറ്റംസൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ കഴിച്ചു. അമ്മേൻ്റെ വക സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരോലപ്പം എന്ന് പറയും ഇവിടെ. കാരോലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ നമ്മുടെ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ കണി. അച്ഛനമ്മ ഉണ്ടാക്കിയ ഒരു കൊച്ചു കണി എന്ന് പറയാം, ഞങ്ങളില്ലാത്തതുകൊണ്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ആച്ചു ആ ചാമ്പയ്ക്ക മരത്തുമുള്ള ചാമ്പയ്ക്ക പൊട്ടിക്കാനായിട്ട് കോണിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അവന് ചാമ്പയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ആ കോണിമേ കയറാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോണിയൊക്കെ വെച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും ടീച്ചറിനൊക്കെ പോയിട്ട് കുറച്ച് നേരം പിന്നെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. പുലർച്ചെ എണീച്ചതല്ലേ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ പരിപാടിയാണ് പിന്നെ ഈ കാണുന്നത്. വൈകുന്നേരം പിന്നെ കുറച്ച് നേരം കുറച്ച് പടക്കവും പിന്നെ പൂത്തിരിയും കമ്പിത്തിരിയും പിന്നെ എന്താ മത്താപ്പൊക്കെ കത്തിച്ചു. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു നല്ല അടിപൊളിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു വിഷു? എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. പിന്നെയും കാണാം.